കർത്താവേ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ല. ജിസൻ, ജിസൻ ബ്രോ, ബ്രോ ഇങ്ങനെ തകർന്നു പോവല്ലേ? നമ്മുടെ മോൾക്കൊന്നും പറ്റില്ല ബ്രോ. എന്തിനാ കർത്താവ് ഇങ്ങനെ എത്തി? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ശിക്ഷ തന്നാൽ പോരെ? എന്റെ മോള്, എന്റെ കുഞ്ഞു നാളെയാണ്. മോളെ, ഞങ്ങളോട് ക്ഷമിക്കും മോളെ. ഞങ്ങളുടെ അശ്രദ്ധ മോളെ. ഇപ്പോൾ റിച്ചു മോൾക്ക് ഇങ്ങനൊരവസ്ഥ ഒന്നും വരില്ല മോളെ. ഞങ്ങളോട് ക്ഷമിക്കണേ. എനിക്ക് ആകെ കൂടി അവൾ മാത്രമേ ഉള്ളൂ. എന്തിനാ വീണ്ടും നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തേക്ക് വന്നത്? എൻ്റെ ജീവിതം നശിപ്പിച്ചു. ഇപ്പം എൻ്റെ മോള്. ഒരിക്കലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കും. ദയാന പ്ലീസ്, റിച്ചുമോട് വാശി കയറണം ഞാൻ. ഇല്ലെങ്കിൽ നിന്നോട് ഞാൻ ഒരിക്കലും ഒന്നും പറയണ്ട. നീ ഇതുവരെയായിട്ട് നീ എന്നിൽ നിന്ന് ഒന്നും ഒളിച്ചിട്ടില്ല. എൻ്റെ കുഞ്ഞ്, എനിക്കൊന്നും കേൾക്കണ്ട. ദയാന എന്നോട് ക്ഷമിക്കടി. ഞാൻ ആവർത്തിക്കില്ല അങ്ങനെ. എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നും കേൾക്കണ്ട. ഡോക്ടർ, എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനൊന്നിപ്പോൾ കണ്ടോട്ടെ ഡോക്ടർ? എൻ്റെ മോള് ഇല്ല, മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കയ്യമ്മ ബുള്ളറ്റ് കൊണ്ടുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ബ്ലഡ് ലോസിന്റെ കുറച്ചൊരു ക്ഷീണമുണ്ട് ആൾക്ക്. പ്രശ്നമില്ല, സഡേഷനിലാണ് ആള്. കുറച്ച് കഴിഞ്ഞാൽ കണ്ണ് തുറക്കും. അപ്പൊ ഞാൻ പറയാം ആർക്കെങ്കിലും ഒരാൾക്ക് പോയി കാണാം. എൻ്റെ കർത്താവേ, ഒരുപാട് നന്ദി. എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു തന്നതിന്. എന്തായാലും കുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പോയിട്ട് കാണും. എല്ലാരും കൂടി ഇപ്പൊ ചെല്ലണ്ട. എന്റെ റിച്ചുവിനെ എനിക്ക് കാണണം. ഞാൻ പോയിട്ട് വരാം. പ്ലീസ് മിസ്റ്റർ സ്റ്റീസൺ, എൻ്റെ മോളെ കാണാൻ താൻ പോകരുത്. എനിക്ക് എൻ്റെ മോളെ ഇനി നഷ്ടപ്പെടുത്താൻ വയ്യ. അവൾ ചെയ്തത് തെറ്റാ, തന്നെ അന്വേഷിച്ച് വന്നത്. അതിന് ഞാൻ തന്നെ കുറ്റം പറയില്ല. പക്ഷെ ഇനി അവളെ കാണരുത്. മോളെ റിച്ചു, അമ്മയുടെ കുട്ടി ഇതെന്ത് പണിയാണ് കാണിച്ചത്? അമ്മയ്ക്ക് എത്ര വിഷമമായി എന്നറിയോ? എനിക്കതിന് പറ്റിയിരുന്നല്ലോ. സോറി മമ്മ, അമ്മക്കറിയില്ല മമ്മ. റിച്ചുവിന് വേദനിക്കുന്നു മമ്മ. മമ്മ കരയുന്നില്ല. റിച്ചുട്ടിക്ക് നല്ല വേദനിക്കുന്നുണ്ടോ? അതാ ബുള്ളറ്റ് റിമൂവ് ചെയ്തല്ലേ, അതിൻ്റെ വേദനയാവൂട്ടോ. വേദന ഉണ്ടെങ്കിൽ അമ്മ ഡോക്ടറെ വിളിക്കട്ടെ? ഡോക്ടറെ വിളിക്കണ്ട. വിളിച്ചു കഴിഞ്ഞാൽ റിച്ചുട്ടിനെ ഇഞ്ചക്ഷൻ ചെയ്യും. റിച്ചുട്ടിക്ക് പേടിയാ. മമ്മ കരയല്ല മമ്മ. മമ്മ, മമ്മ ഡാഡ എവിടെ? എനിക്ക് ഡാഡേനെ കാണണം. മോളെ, ഇനി നിനക്ക് ഡാഡ വേണോ? മമ്മ മാത്രം പോരെ. നീ ഡാഡിനെ കണ്ടില്ലേ? നമുക്ക് പോവാം അവിടെ. കുറച്ചു നേരം കൂടി ഡാഡിയോടൊപ്പം നിൽക്കട്ടെ മമ്മ. മമ്മ പ്ലീസ് മമ്മ, എനിക്ക് അവിടെ എല്ലാവരും ഇഷ്ടമായി മമ്മ. പ്ലീസ് മമ്മ, എനിക്ക് മമ്മനെയും ഡാഡിനെയും എല്ലാവരും വേണം. ബ്രോ, റിച്ചുട്ടി കരച്ചിൽ നിർത്തുന്നുണ്ടോ? സഹിക്കുന്നില്ല. പാവം എന്റെ കുട്ടി. എനിക്കിനി നിൽക്കാൻ വയ്യ. എനിക്ക് എന്റെ മോളെ കാണണം. ബ്രോ, ഡയാന പറഞ്ഞല്ലേ പോകേണ്ടത്? എന്നിട്ട് എന്തിനാ വെറുതെ ഒരു പ്രശ്നമില്ല. എനിക്ക് കാണണം. അവള് കരയുന്ന കണ്ടില്ലടാ. എത്ര നേരം അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവൾ കരച്ചത്. നീ വിട്ട്, ഞാൻ പോകുവാളുടെ അടുത്തേക്ക്. മമ്മയുടെ റിച്ചുട്ടി കരയല്ലേ? മമ്മ ഡാഡിനെ കാണിച്ചു തരാം നിനക്ക്. നീ കരച്ചിൽ നിർത്ത്. മമ്മയ്ക്ക് നീ അല്ലാതെ മറ്റൊന്നുമില്ല. നിനക്ക് അറിഞ്ഞൂടെ? വേറെ ജീവിതത്തിലൊന്നും വരുന്നില്ല മമ്മയ്ക്ക്. അമ്മയുടെ റിച്ചുട്ടി മാത്രമേ ഉള്ളൂ. റിച്ച് എന്ത് പറഞ്ഞാലും മമ്മ കേൾക്കാം. കരയല്ലേ? ലിറ്റിൽ ടൈമിലെ കരച്ചിൽ നിർത്തി. ഡാഡയ്ക്ക് സങ്കടം വരുന്ന കണ്ടില്ലേ? നീ ഇങ്ങനെ ഇനിയും കരഞ്ഞുകൊണ്ടിരുന്ന ഡാഡ ഒരു സ്ട്രോബെറി കേക്കിന് ഒരു കഷ്ണം പോലും നിനക്ക് തരത്തില്ല. ഡാഡി മുഴുവൻ തിന്നും. നോക്കിക്കോ. റിച്ചുട്ടി വിട്ട് ഡാഡ എങ്ങോട്ട് പോവില്ല. റിച്ചുമോളിനെ ഡാഡി നിന്ന് അകറ്റാരെങ്കിലും ശ്രമിച്ച അവര് വിവരം ഡാഡിയുടെ മോള് ഉറങ്ങിക്കോ. ഒരുപാട് കരഞ്ഞല്ലേ, ഇനി കരയില്ല കേട്ടോ.
മിസ് ഡയാന എടുത്ത് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ പറയാനുള്ളത്? വേഗം പറയാൻ, എനിക്ക് മോളുടെ അടുത്തേക്ക് പോകണം. ഡയാന, എൻ്റെ മോളെ എനിക്ക് വിട്ടുതരാൻ പറ്റില്ല. നീ എന്നിൽ നിന്ന് അവളെ അകറ്റാൻ ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ച നിനക്കറിയാലോ, പണത്തിന്റെ കാര്യത്തിലായാലും ആൾബലത്തിന്റെ കാര്യത്തിലായാലും നീ എൻ്റെ മുന്നിൽ തോൽക്കുകയുള്ളൂ. അവൾ നിന്നെ തട്ടിപ്പറിച്ചിരിക്കും ഡയാന. നിങ്ങളുടെ എത്ര ആൾബലം പണമൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എപ്പോഴും ഒരാളുടെ മുന്നിൽ പണത്തിന്റെ ഹുങ്ക് കാണിക്കാനല്ലേ കഴിയൂ. പക്ഷെ എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും തനിക്ക് താന്നു തരില്ല. ഞാൻ വിട്ടു തരില്ല. എൻ്റെ ജീവൻ കളഞ്ഞായാലും ഞാൻ അവളെ രക്ഷിക്കും. എന്റെ മോൾക്ക് വേണ്ടി പണത്തിന്റെ ഉങ്കോ ആൾബലമോ നിന്റെ അടുത്ത് ശരിക്കും കാണിക്കേണ്ടി വന്നാലും ഞാൻ കാണിക്കാൻ മടിക്കില്ലടി. എനിക്ക് വേണം എന്റെ കുഞ്ഞിന്. ഒരു പ്രാവശ്യങ്ങളും വന്ന് പറയാറുമില്ലടി, എന്റെ ഒരു കുഞ്ഞു ജീവൻ നിന്റെ വയറ്റിൽ വളരുന്നുണ്ടെന്ന്. ഞാൻ എന്ത് പറഞ്ഞില്ലെന്ന് നിങ്ങളെ പറയുന്നത്? നിങ്ങൾ ആരാണെന്ന് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഒരു ദിവസത്തെ ഒരു രാത്രി, അന്ന് രാവിലെ എണീറ്റപ്പോൾ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് പൈസ വലിച്ചെറിയുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിന്നെ പോലുള്ള ഒരുപാട് പെമ്പിളാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരുടെ കൂടെയൊക്കെ കിടന്നിട്ട് വരുന്നവളാ നീ എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു വന്നത്. നിങ്ങൾ എന്തൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ലെന്നാണോ വിചാരം? എനിക്കിനിയും വയ്യ നിങ്ങളുടെ മുന്നിൽ നാണം കെടാനും എൻ്റെ കുഞ്ഞിന് നാണം കെടുത്താനും. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്നിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കിയാൽ അവളെന്നിങ്ങനെ സ്നേഹിക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ജീവിതത്തിൽ സ്നേഹിച്ച് നിങ്ങളെ വെറുക്കും അവള്. മനഃപൂർവ്വമല്ല, അന്നത്തെ ആ സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അതും പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നീ എന്നിൽ നിന്ന് അകറ്റരുത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ എൻ്റെ കാഴ്ചവട്ടി കരയുന്ന കാണുമ്പോൾ. പക്ഷെ അതിലേറെ വിഷമമുണ്ട് എൻ്റെ മോൾക്ക് നിങ്ങളെ വേണമെന്ന് ആലോചിക്കുമ്പോൾ. ഞാൻ പറയുന്ന കണ്ടീഷൻസ് അംഗീകരിച്ചാൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ മോളുടെ കൂടെ നിൽക്കാം. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്ത് പറഞ്ഞാലും എനിക്ക് എന്റെ മോളോടൊപ്പം നിന്ന് മാത്രം മതി. ഒരു അച്ഛൻ്റെ അഭ്യർത്ഥന. നിങ്ങൾക്ക് എൻ്റെ മോളുടെ ഡാഡിയായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ CEO പദവിയില്ലാതെ സാധാരണ മനുഷ്യനായി ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം. എൻ്റെ മോളുടെ ഡാഡിയെ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. നിങ്ങളുടെ പണത്തിൻ്റെ അഹങ്കാരം ഒരിക്കലും എൻ്റെ മുന്നിൽ എടുക്കരുത്. എടുത്ത അപ്പോൾ ഞാൻ ഇറക്കി വിടും അവിടെ നിന്ന്. ഇതിനൊക്കെ എന്തൊരു വെയിറ്റാണ് ഈ ചെക്കിന്. എന്തിടയിൽ കയറ്റി വെച്ചിരിക്കുന്നത്? കല്ല് വല്ലതാണോ? എടാ ജിസൻ, എന്തോടെ ബാഗിന് ഇത്രയും വെയിറ്റ്? ബാഗിലുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വലിച്ച് വാരി ഇടരുത്, അടക്കി ഒതുക്കി വെക്കണം. പിന്നെ അവരൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. ഞാൻ മോൾക്കും അതുപോലെ ടിമ്മി മോൾക്കും റിച്ച് മോൾക്കൊക്കെ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. എൻ്റെ പേരിന് വില കളയരുത് നീ. എന്തുകൂടെ ചേർക്കാൻ വായും പൊളിച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചത് മനസ്സിലാവണം നിനക്ക്. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതുപോലെ അവിടെ പെരുമാറണം. എൻ്റെ മാനം കളയരുത് നീ. മമ്മ എന്താ വല്ല പെൺകുട്ടീനെ കല്യാണം കഴിച്ച് വിടുകയാണോ? ആ കുട്ടിയെടുത്ത് പറയുന്ന പോലെയാണല്ലോ പുതു വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത്, അമ്മായിപ്പനും അമ്മായിമ്മയോട് നല്ല പെരുമാറണം, ഇതുപോലൊക്കെയാണോ മമ്മ പറയുന്നത്? ഒരു വിധത്തിൽ പറഞ്ഞ അതുപോലെ തന്നെ അല്ലടാ. നമ്മളിവിടെ മറുവീട്ടിലേക്ക് അയക്കുന്നില്ലേ, അവിടെ പോയിട്ട് ഞങ്ങളുടെ വില കളയരുത്, ഞങ്ങള് വളർത്തുദോഷം ഉണ്ടാക്കിയെന്ന് പേര് വരുത്തിക്കരുത്. അത് തന്നെ ബ്രോ. ഡയാന സിസ്റ്ററിനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, ഇല്ലെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ ചവിട്ടി പുറത്താക്കും. അത് മനസ്സിലാക്കിയിട്ട് വേണം. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളൊക്കെ? എന്താ അത്? ഞാനെന്താ വല്ല പെണ്ണാണെന്ന് തോന്നിപ്പോവാ. നീ എന്തായാലും എനിക്ക് കുഴപ്പമില്ല. അവിടെ പോയി വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടല്ലോ ഇവിടെ ഞാൻ കേട്ടു നീ വിചാരിക്കണ്ട. എന്തൊരു കഷ്ടാണിത്. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഞാൻ പോകണം എന്തായാലും. മോനെ, അമ്മ പറഞ്ഞൊന്നും മറക്കരുത് കേട്ടോ. അവിടെ പോയി ഞങ്ങളുടെ പേരിന് വില കളയരുത്. ചെല്ലെ പോലെ ചെല്ലു. ഓ മമ്മ, ഈ ഓവർ ആക്ടിങ് ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ ഞാൻ പോകുന്നു, ഇവിടെ നിന്ന് എനിക്ക് പ്ലാന്റ് വരും. ടാറ്റ ബായ്. ഓഹ്, അങ്ങനെ ഒരു ബാധ്യത ഒഴിഞ്ഞു. അവിടെ പോയി എല്ലാം ചെയ്യാൻ മതിയായിരുന്നു അല്ലേ പെണ്ണുമ്പിള്ളേ? അതന്നെ ചെയ്യാ. എന്തായാലും ഒരാളുടെ കഴിഞ്ഞു. ഇനി ഇവനെയും കൂടി ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച എനിക്ക് സമാധാനമായി. ക്ഷമിക്ക് ഭാവി, ഡാഡ വരുമ്പോ ട്രാഫിക്കിൽ പെട്ടുപോയി, അതുകൊണ്ടല്ലേ. ഭാവിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? വാവൊക്കെ കുറവില്ലേ? അതുപോലെ മരുന്നും കഴിക്കുന്നില്ലേ? മടി കാണിക്കാതെ മരുന്ന് കഴിച്ചാലേ വേഗം വാവ മാറത്തുള്ളൂ. ഡയാന, ഞാൻ എന്റെ ലഗേജ് ഒക്കെ എങ്ങോട്ടാ വെക്കേണ്ടത്? ഇവിടെ ആകെ 2 റൂമേ ഉള്ളൂ. ഒന്നില് ടിമ്മി കിടക്കുന്നു, മറ്റില് ഞാനും മോളോ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ വെച്ചാൽ മതി ലഗേജ്.
പിന്നെ തനിക്ക് കിടക്കാൻ ഹാളിൽ കിടക്കുന്നതുകൊണ്ട് വിരോധമില്ലല്ലോ, അവിടെ സോഫയിൽ കിടക്കാം. പിന്നെ ഇവിടെ എല്ലാവരും സ്വയം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വീട്ടിലത്തെ, അതുകൊണ്ട് ഇവിടുത്തെ പണികൾ താനും ചെയ്യണം. പിന്നെ ഓഫീസിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. പിന്നെ തനിക്ക് ഇതിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടുന്ന് പോവാം. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ പണി ചെയ്തോളാം. പിന്നെ നമ്മളെ ഒരുമിച്ചാണെന്നുള്ളത് ആരും അറിയത്തില്ല ഓഫീസിൽ. അവിടെയാണ് ബാത്റൂം. തനിക്ക് ഫ്രഷ് ആവണമെങ്കിൽ ഫ്രഷ് ആവും. എന്നിട്ട് തൻ്റെ വർക്ക് എന്താ വെച്ചാൽ താൻ ചെയ്തോളൂ. റിച്ചു, മോൾ പോയി കിടക്കാൻ നോക്ക്. അമ്മ, ഞാനിന്ന് ഡാഡിയോടൊപ്പം കിടന്നോട്ടെ പ്ലീസ്. ഡയന പ്ലീസ്, ഇന്നത്തെ ദിവസം മോൾ എൻ്റെ കിടക്കാൻ അനുവദിക്കണം പ്ലീസ്. റിച്ചുമോളുടെ ആഗ്രഹമല്ലേ, ഇന്ന് കിടന്നു. എന്നാ റൂമിൽ പോയി കിടന്നു, ഞാൻ ഹാളിൽ കിടന്നോളാം. തനിക്ക് വേണ്ടിയല്ല, എൻ്റെ മോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പതിയായിട്ടില്ല, അതുകൊണ്ടാ. അവൾക്ക് വല്ല ബുദ്ധിമുട്ടും വരും. എൻ്റെ അടുത്തേക്ക് വന്നതിന് ഡാഡി വരാതിരിക്കാൻ തോന്നുന്നുണ്ട് റിച്ചുട്ടി. റിച്ചുട്ടി ഞങ്ങളുടെ എല്ലാവരുടെയും മാലാകുട്ടിയല്ലേ, എല്ലാവർക്കും വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ഇവിടെ എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരാരും വരാഞ്ഞ് ഡാഡ മാത്രം വന്നത്. അവരൊരു ദിവസം വരും റിച്ചു മോളെ കാണാൻ വേണ്ടി. നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് എന്നാ ജീവിക്കാം. ഞാനും ഡാഡിയും മമ്മിയും ടിമ്പിയും അങ്കിളും ഗ്രാൻഡ്പിയും ഗ്രാൻഡ്മയും ഒക്കെ കൂടിയിട്ട്. അങ്ങനൊരു ദിവസം വരൂടാ, അതിന് വേണ്ടിയിട്ട് ഡാഡി കാത്തിരിക്കുന്നത്. അതിനു മുന്നേ നിന്റെ മമ്മിയൊന്ന് വളർന്നു കിട്ടണ്ടേ? ആ നോക്കാം അല്ലേ റിച്ചു? യെസ് ഡാഡാ, പക്ഷെ ഡാഡ അൺറൊമാൻറ്റിക് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് മമ്മ എപ്പോഴും വളയാത്തത്. ഞാൻ അൺറൊമാൻറ്റിക് ആണെന്നോ? ആഹാ, എന്നാ നാളെ മുതൽ എൻ്റെ പൊന്നുമോളെ റിച്ചുട്ടി നീ കാണും ഈ ഡാഡ എത്ര റൊമാൻറ്റിക് ആണെന്ന്. ഡാഡാ, ഡാഡി ഇനി മമ്മേനെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ലെന്നോ മമ്മേനെ ഒരിക്കലും വേദനിപ്പിക്കത്തില്ലെന്നും എനിക്ക് പ്രോമിസ് തരൂ ഡാഡാ. പിന്നെന്താ ഡാഡ, ഈ മാലാക്കുട്ടിയുടെ മമ്മേനെ വിട്ട് എങ്ങോട്ട് പോകത്തില്ല. മമ്മേനെ ഒരിക്കലും ഡാഡ വേദനിപ്പിക്കത്തില്ല. മാലാക്കുട്ടിക്ക് ഒരു അപകടം വരാനും ഡാഡ സമ്മതിക്കത്തില്ല. മതിയില്ല, പ്രോമിസ്. ഇനി കിടന്ന് ഉറങ്ങിക്കോ വാവാ. മരുന്ന് ശരിക്കും കഴിച്ചാൽ മാത്രം പോരാ, ഉറക്കവും ശരിക്കും കിട്ടണം, എന്നാലേ പാവം മാറും. ഓ, എന്റെ മാലാക്കുച്ചി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ, എന്തൊരു ക്യൂട്ടാ. ഓ, ഇവളെങ്ങാനും വലുതായിക്കുന്ന എന്റെ കയ്യിന് സമാധാനമായിട്ടിരിക്കാൻ നേരം ഉണ്ടാവില്ല. ആമ്പിള്ളാരെ കയ്യും കാര്യം തല്ലിയൊടിക്കാൻ നിൽക്കേണ്ടി വരുന്നത്. എന്റെ കൊച്ചിനെ ഏതെങ്കിലും അടുത്ത് നോക്കിയാലുണ്ടല്ലോ. ഇത്രയും സൗന്ദര്യങ്ങളൊക്കെ എവിടുന്നാ എന്റെ കർത്താവിനെ വാരി വരി കൊടുത്തത്? എന്റെ സൗന്ദര്യമായിരിക്കും അല്ലേ? എനിക്ക് വയ്യ. ഡയന ബേബി, നിനക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? ടിമ്മി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ക്ഷീണുണ്ട്. ഗുഡ് നൈറ്റ്. ബേബി ഡയന പ്ലീസ്, എൻ്റെ അടുത്ത് പിണങ്ങല്ലടാ. റിച്ചുട്ടി പറഞ്ഞോട്ടെ, ഞാൻ അവൾക്ക് വേണ്ടിയാ. നിനക്കറിഞ്ഞൂടെ, അവൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എനിക്കത് പറ്റണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തരുന്ന് ഞാൻ വിചാരിച്ചില്ല. ഡയന പ്ലീസ്. എൻ്റെ ടിമ്മിക്ക് അറിയാലോടി. എനിക്കറിയാം നീ റിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തെന്നുള്ളത്. നിനക്ക് അവളോട് എത്ര ഇഷ്ടമുണ്ടെന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ നിന്നെ അടിച്ചത്. കാരണം നീ എൻ്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ട്. സോറി ടിമ്മി. അപ്പോൾ നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യമല്ല? ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അയ്യേ, വലിയ ശൂരപരാക്രമിയായ എൻ്റെ ടിമ്മി ഇത്രയേ ഉള്ളൂ. നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് അറിയാട്ടോ. ജിഷനുമായിട്ട് എന്താ നിനക്ക്? എന്തെന്നോ നീ വെറുതെ ഒന്നും പറയല്ലേ. അല്ല, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ജിസൻ സാറിനെ പറ്റി? റിച്ചു മോൾക്ക് അവളുടെ ഡാഡിയെ വേണം, നിനക്കോ? എനിക്കൊരാളുടെ ഡാഡീനെയും മമ്മീൻ്റെ ഒന്നും വേണ്ട. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി, സമയം ഒരുപാടായി. പോ. ഞാൻ പോവാ. എനിക്കും മനസ്സിലാവുന്നുണ്ട് ചിലതൊക്കെ. ചെറിയ വീടാണെങ്കിൽ ഇവിടുത്തെ സ്ഥലം എന്ന് അറിയില്ലല്ലോ. ഇതിന്റെ കിച്ചൺ എവിടെ ഇപ്പോൾ വെള്ളം എടുക്കുവാൻ വേണ്ടി? ആഹാ, നല്ല ഉറക്കാണല്ലോ. എന്നാ ലുക്ക് എൻ്റെ കർത്താവ് ഇത്. എൻ്റെ മാലാകൊച്ചിന് സൗന്ദര്യം വാരിക്കോരി നീ കൊടുത്തത് ഇവിടെ നിന്നാണല്ലേ? എൻ്റെ കൺട്രോള് പോകുന്നല്ലോ. ഒരു പ്രാവശ്യം തന്നെ എൻ്റെ കൺട്രോള് പോയി. കാരണം ഇപ്പം ഞാൻ കിടന്ന് അനുഭവിക്കുന്നത്. വേണ്ട, എന്നാ ക്യൂട്ടായി പെണ്ണിനെ കാണാൻ. ഇവിടെ എങ്ങാനും കിടന്ന് ഇവിടെ ഉറങ്ങിയാലോ?
വില്ലു എന്താ ഇത്ര ഹാർഡ്? ഇന്നാരോ? ഗുഡ് മോർണിംഗ്. താൻ എഴുന്നേറ്റോ? അയ്യോ അയ്യോ, വീണ്ടും വീണ്ടും തന്നെ ആവർത്തനം. തന്നെ ഞാനിന്ന് ഇടോ, എഴുന്നിട്ട് പോടോ. അയ്യോ അയ്യോ, എന്റെ നാട്ടു എടീ, കാലത്തി എന്നോട് ഇത് ചെയ്തത് എനിക്ക് വേദനിക്കുന്നു. വേദനിക്കുന്നോ? നന്നായിപ്പോയി. താൻ എന്താണ് ഇവിടെ വന്ന് കിടക്കുന്നത്? തനിക്കില്ലേ ഞാൻ റൂം തന്നത്? മോളുടെ ഒപ്പം പോയി കിടക്കാൻ പറഞ്ഞിട്ട് മോളുടെ അമ്മ വന്നിട്ടുണ്ടോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? തനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം? ഞാൻ കിച്ചണിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നിന്നെ കണ്ടപ്പോ പെട്ടെന്ന് മോളെ പോലെ തോന്നി. അപ്പൊ കെട്ടിപ്പിടിച്ച് കിടത്തുന്നുള്ളൂ. ഇപ്പൊ അതും വിട, എനിക്ക് വല്ല മരുന്നും താ. അമ്മ മോളെ കണ്ട തിരിച്ചറിയാത്ത പൊട്ടനാണോ നീ? മരമോന്ത. വേദനിക്കുണ്ടെങ്കിലേ നന്നായിപ്പോയി. മരുന്ന് വേറെ ആരെ കൊണ്ട് ചോദിച്ചോ, ഞാൻ പോവാ. ഇതിനിപ്പൊ ഞാൻ എങ്ങനെ വളച്ചെടുക്കാനാ? ഇതിനെ വളച്ചെടുക്കുമ്പോഴേക്ക് ഞാൻ പെട്ടിയിലാകുന്നുള്ളത് ഉറപ്പാ. അയ്യോ എന്റെ നാട്ടു. ഏയ് മിസ്റ്റർ ജെ.കെ. ബാനു, നീ? ഒരു സർപ്രൈസ്! നീ ഇപ്പോൾ നാട്ടിലെത്തിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അതല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ വന്നു നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നല്ലേ എന്നത്. ആ, ധൃതി പിടിച്ച് ഇന്നലെ വന്ന ആളാണ് എന്നെക്കാ ഇന്ന് കാണാൻ വരുന്നത് അല്ലേ? വിടടാ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം? എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? ഞാൻ അവിടെ കാരണം ഒന്നും അറിയുന്നില്ല. ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടടാ. സാർ, ഈ ഫയൽ വേഗം ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇതിന്റെ കോപ്പി എടുത്തിട്ട് എൻ്റെ ഗ്രൂപ്പിന് അയച്ചു കൊടുക്കായിരുന്നു. അവർക്ക് ഇതിന്റെ കോപ്പി ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും വേണമെന്നാ പറഞ്ഞത്. ഹലോ മിസ് ഡയാന. മനു, അപ്പൊ ഓർമ്മയിട്ടല്ലേ? ഇപ്പൊ കുറച്ച് നാളായിട്ട് നിന്റെ വിളിയൊന്നുമില്ലല്ലോ. റിച്ചുട്ടി എവിടെ? അതെ, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എങ്ങനെ അറിയാ? എടാ പോട്ടെ, നിന്റെ ബോധം പോയിട ചേക്ക്. എടാ ജിസൻ, ഞാനാടെ ഇവിടെ നിനക്ക് എൻ്റെ ഹാരി ഇത് പി ആയിട്ട് ഞാനല്ലേ ഇവിടെ ട്രാൻസ്ഫർ ചെയ്തത് എൻ്റെ ഓഫീസിൽ നിന്ന്. ഞങ്ങൾ തമ്മിൽ ബോസ് എംപ്ലോയിക്കാട്ടും നല്ലൊരു ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് ആണല്ലേ? ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കൂടുതലാണ് ഡയാനയ്ക്ക്. ഫ്രണ്ട്സ് സർക്കിൾ. അതെന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്തായാലും ഇവിടെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് കോഫിയൊക്കെ ഒന്ന് കുടിച്ചിട്ട് നന്ന് വർത്താനം പറഞ്ഞിട്ടാ വരാം. നീ ഏതായാലും ബിസി അല്ലേ? നീ ഇവിടെ ഇരിക്കും. അതെങ്ങനെ ശരിയോ? അല്ല, എനിക്ക് വർക്ക് കുറവാ. പിന്നെ ഡയാനയ്ക്ക് വർക്ക് ഉണ്ടാവും അല്ലേ? ഡയാന, തനിക്ക് വർക്ക് ഞാൻ തന്നിട്ടില്ലേ? സാർ എനിക്കിപ്പോൾ ഒഴിവാ. സാറിൻ്റെ വർക്കുള്ളത്. ഈ ഫയൽസ് ഒക്കെ റെഡിയിട്ട് സൈൻ ചെയ്യാനുണ്ട്. ഞാനും മനു സാറും കൂടി പോയിട്ട് വന്നോളാം. അപ്പൊ ശരി, എന്നാ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങട്ടെ. നീ ഇരുന്ന് വർക്ക് ചെയ്യും. അല്ല, ഞാനൊന്ന് പറയട്ടെ. അതെ, ഞാൻ എംപ്ലോയി അല്ലേ, ബോസ് അല്ലേ, എന്നിട്ടും എനിക്ക് വർക്ക്. ഇത് മനഃപൂർവ്വമാണോ അതോ അങ്ങ് സംഭവിച്ചു പോയതാണോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു വാക്ക് പോലെ എൻ്റെ അടുത്ത് നിന്ന് പറയാൻ തോന്നിയില്ല. നീയും കണക്കാ, ഡിംപിയും കണക്കാ. റിച്ചോട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? റിലാക്സ് മനു, ഇപ്പൊ റിച്ചിട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം ശരിയായല്ലേ? നിന്നെ വെറുതെ ടെൻഷൻ അടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് ആരോടൊന്നും പറയാനും തോന്നിയില്ല. ആകെ വെപ്രാളടിച്ച് നിൽക്കുമായിരുന്നു. ഇനിയൊന്നും എൻ്റെ അടുത്ത് പറയാതിരിക്കരുത്. പിന്നെ ജിഷന് നീ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ജിഷനെ കുറിച്ച് നീ തെറ്റിദ്ധരിച്ചൊന്നും വിചാരിക്കില്ലടാ. അവൻ അങ്ങനെ ഓരോന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷേ ഒരു മാഫിയൊക്കെ ആണെങ്കിലും അവൻ്റെ ഉള്ളൊരു ശുദ്ധ മനസ്സാ. എവിടെയും കൂട്ടാന് വിട്ടുകൊടുക്കരുതട്ടോ മനു. നീ ശുദ്ധ മനസ്സായൊരു മാഫിയ. മരമോന്ത. കണ്ടാലിച്ചാലും മതി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല. ഇത് എന്റെ ഫോണാ. എന്റെ ഫോണിലേക്ക് എന്താ നോക്കുന്ന? മാറി നിൽക്കും. ചിമ്മി, നമ്മളിനി എന്തോ ചെയ്യും? ഇവര് തമ്മിൽ ഒന്നിക്കുന്നു വിചാരിച്ചിട്ട് ഫുൾ ടൈം അടിയാണല്ലോ. ഇതിൽ ആരെങ്കിലും ഒരാൾ തീരും. എന്ത് ചെയ്യാനാ? രണ്ടും കൂടി ഇങ്ങനെ അടി വെച്ചുകൊണ്ടിരുന്ന എപ്പോ ഒന്നായി തീരാനാണോ എന്തോ, എനിക്കും അറിയത്തില്ല.
നീ ആരോടെ ചാറ്റ് ചെയ്യുന്നേ? കുറെ നേരമല്ലേ ഫോണിൽ നോക്കിയിരിക്കുന്നു. അവനാണ് പറയാൻ സൗകര്യമില്ല. ഇത് ഓഫീസാണ്, ഒന്ന് വിടുന്നുണ്ടോ ജിഷൻ? ഒരെണ്ണെന്താ, എന്നിട്ട് ഞാൻ വിടാം. മതി മതി, ദേ ഈ ഫയൽ നോക്ക്. ഓ പിന്നെ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ ഓഫീസൊന്നും പറഞ്ഞുകൊണ്ട്. അല്ല റിച്ചുമോൾ എവിടെ? അവളെ ഡയാനായിട്ട് എടുത്തിട്ടുണ്ട്. ചേച്ചിട്ടി, ഇത് ഓഫീസാണ്, ഇവിടെ ബഹളൊന്നും വെക്കരുത് കേട്ടോ. പിന്നെ മമ്മിയുടെയും ഡാഡിയുടെയും റിലേഷൻഷിപ്പ് ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഡാഡാന്ന് വിളിക്കണ്ട, ഇവിടെ അങ്കിളെന്ന് വിളിച്ചാൽ മതി. ഓക്കെ മമ്മ, ഞാനെന്നാ ഡാഡ അല്ല അങ്കിളിന്റെ അടുത്തേക്ക് പോട്ടെ. സൂക്ഷിച്ചു പോകുമ്പോളെ ഓടല്ല വീഴും. ചാടിയുടെ മാലാക്കുട്ടി വന്നോ? എവിടെയായിരുന്നു? മമ്മിയുടെ അടുത്തായിരുന്നു ഡാഡ. മമ്മ പറഞ്ഞു ഇവിടെ വെച്ച് ഡാഡാന്ന് വിളിക്കണ്ട, അങ്കിളെന്ന് വിളിച്ചാൽ മതിയെന്ന്. മമ്മി പറയുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ബാബയുടെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞല്ലേ? ഇവിടെ ഇരിക്കെ, ഡാഡയുടെ ഒപ്പം ഇരിക്കുന്ന. ഡാഡ കുറച്ചും കൂടി മാർക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം കേട്ടോ. ജെക്കി, ഹായ്. എന്താ നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ എങ്ങനെ പോകുന്നു? ആ കാർത്തിക, കമോൺ സിറ്റ്. വർക്കൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ പിയുടെ കയ്യിലുണ്ട്. തനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ജെക്കി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് വേണ്ട. ജെക്കി പറഞ്ഞാൽ എനിക്കെല്ലാം വിശ്വാസമാണ്. നമ്മൾ തമ്മിൽ അതിൻ്റെ ആവശ്യമുണ്ടോ ജെക്കി? ആ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താനിവിടെ വെയിറ്റ് ചെയ്യും, എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഭാവി ഇവിടെ അടങ്ങിയൊതുങ്ങി ഇരിക്കണം കേട്ടോ. അങ്കിളിപ്പോൾ വരാവേ. ഓക്കെ ജെക്കി, ഞാൻ വെയിറ്റ് ചെയ്യാം. ബൈ. ആൻറ്റി, ആൻറ്റിയുടെ പേരെന്താ? ആൻറ്റി എൻ്റെ ഒപ്പം കളിക്കാൻ വരുമോ? എനിക്ക് ഇരുന്നിട്ട് ബോറടിച്ചു തുടങ്ങി. ആരുമില്ലെന്നേ. മമ്മിയാണെങ്കിൽ അവിടെ വർക്കില്ല. ആൻറ്റി വരും ആൻറ്റി പ്ലീസ്. ഓ ഈ കുട്ടി പിശാച്. എനിക്കൊന്നും കളിക്കാൻ താല്പര്യമില്ല കൊച്ചേ. ആൻറ്റി പ്ലീസ് കളിക്കാൻ വാ ആൻറ്റി. ആൻറ്റി കൊച്ചി ഇത്ര വശമായി പറയുന്നു, പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എൻ്റെ മേത്തൊക്കെ ഒന്ന് തൊട്ടിട്ട് കയ്യിൽ എന്തൊക്കെ ഇരിക്കുന്നത് അതൊക്കെ എൻ്റെ ഡ്രസ്സിലാക്കി. ഇത് എത്ര വിലപിടിപ്പുള്ള ഡ്രസ്സാണെന്ന് അറിയോ? ഒന്ന് മാറി നിൽക്ക് കൊച്ചി, അവിടുന്ന് മാറ. എന്താ ഭാവി, എന്താ റിച്ചു, എന്തിനാ മോളെ നീ കരയുന്നേ? റിച്ചു മോളെ, മോളെ കരയാതെ. എന്താ പറ്റിയേ മോളെ? എന്ത് പറ്റിയിടായാല? എന്തിനാ റിച്ചു മോളെ ഇങ്ങനെ കരയുന്നത്? മോളെ റിച്ചു, റിച്ചു എൻ്റെ റിച്ചൂസേ, എന്തിനാണ് നീ കരയുന്നത്? അജി ഇത്ര വലിയ കുട്ടിയായിട്ട്. കാർത്തിക, റിച്ചുമോൾ എന്തിനാ കരയുന്നത്? എന്താ പറ്റിയെന്നറിയോ? അതൊന്നുമില്ല ജേഷൻ, എന്നെ ഈ കൊച്ചി ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ, പറഞ്ഞേ കേൾക്കണ്ടേ? പിന്നെ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒന്ന് പിടിച്ച് തള്ളിയപ്പോൾ അതിൻ്റെ തല എവിടെയെങ്കിലും ഇടിച്ചെന്ന് തോന്നുന്നു. എംപ്ലോയീസിൻ്റെ കുട്ടികളൊക്കെ എന്തിനാ ഇങ്ങനെ ഓഫീസിലേക്ക് കൊണ്ട് അനുവദിക്കുന്നത് ജിഷൻ? ഇവർക്കൊക്കെ ഇതിന് നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനുണ്ടാക്കുന്നതാവും? മിസ് കാർത്തിക, മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇവിടുത്തെ സ്റ്റാഫിന് അവരുടെ കുട്ടികളെ ഫാമിലിയെ എപ്പോൾ വേണമെങ്കിലും കാണാൻ ഇങ്ങോട്ട് വരാൻ അനുവാദമുണ്ട്. അതൊരു കൊച്ചു കുട്ടിയാണ്, അത് ആലോചിച്ചിട്ട് വേണം സംസാരിക്കാൻ. ജിഷൻ സാർ, കാർത്തിക മേഡം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. മേഡത്തെ നമുക്കറിയാവുന്നല്ലേ. പിന്നെ ഒന്നാമത് ഈ കുട്ടി എന്തിനാ ഇവിടെ സാറിന്റെ ക്യാബിനിൽ വന്നിരിക്കുന്നത്? ഞാൻ ആന്റിനെ കളിക്കാൻ വിളിക്കുകയാ ചെയ്തത്. അതിന് ആന്റി എന്നോട് ഇങ്ങനെ ചെയ്തത്. മമ്മ, എനിക്ക് താരെ കാണണോ? ഈ കൊച്ചു നന്നായിട്ട് നുണ പറയുന്നുണ്ടല്ലോ. ഇറിറ്റേറ്റ് ചെയ്യാന്നാ മേഡം പറഞ്ഞത്, കളിക്കാൻ വിളിച്ചെന്നും പറയുന്നു. ഞങ്ങളുടെ കാർത്തിക മേഡത്തെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ട് തന്നെയാ ഞാനൊന്ന് തല വെച്ച് കൊടുത്തത്. അതിന് ഇത്ര മോങ്ക മാത്രം ഒന്നുമില്ല. ഡി, എത്ര ധൈര്യത്താട്ടടി നീ എന്റെ നേരെ കൈയൊങ്ങിയത്? എന്നെ അടിച്ചിരിക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? നീ ആരായാലും എനിക്കെന്താ? എൻ്റെ മോളുടെ നേരെ കൈയൊങ്ങിയ തിരിച്ച് ഞാൻ ചെയ്തിരിക്കും. നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടടി എൻ്റെ കുഞ്ഞിനെ തള്ളിയിട്ടത്? ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുത്ത് മത്സരിക്കാൻ നിൽക്കുന്നു. കൊച്ചിനെ നോക്കാൻ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അതിനെ വല്ല ഡേ കെയറിലും കൊണ്ടുവിടണം.
അല്ലാതെ ഓഫീസിലേക്ക് കൊണ്ട് എഴുന്നള്ളല്ല വേണ്ടത്. എന്നിട്ട് അവിടെയുള്ളവരെ പണിയെടുക്കാനും സമ്മതിക്കാത്ത ഒരു തികട്ട കൊച്ചും. നിർത്തണേ, നീ എന്താടി എൻ്റെ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അവൾ എന്ത് ചെയ്തെന്നാ? അതൊരു കൊച്ചു കുട്ടിയാ. ഇനി എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഒരടിയിലല്ല നിർത്തുന്നത്, മാറി മാറി നിന്റെ കർണടിച്ച് പോക്കി ഞാൻ. അത് ഏത് കോലത്തെ തമ്പുരാട്ടിയായാലും. എക്സ്ക്യൂസ് മീ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഹിയർ? എല്ലാവരും എന്താ അങ്ങനെ കൂടി നിൽക്കുന്നത്? എന്ത് പറ്റി? ആർ യു ഓക്കെ കാർത്തിക? കാർത്തിക തരഞ്ഞിനെ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജിഷൻ എന്താടാ? ഐ ആം നോട്ട് ഓക്കെ ചേച്ചി. നിങ്ങളുടെ എംപ്ലോയീസ് എന്താ ഇങ്ങനെ? ഷീ സ്ലാപ്പ് മീ. ഞാനിവിടെ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നല്ലേ. ഡയന, ഞാൻ കാർത്തികനെ അടിച്ചോ? സർ, സർ, അത് ഞാൻ. ചോദിച്ചതിന് മാത്രം മറുപടി യെസ് ഓർ നോ. യെസ് സർ, ഞാൻ അടിച്ചു. ഓ, ഈ പൊട്ടൻ എന്തുവായി ചെയ്തത്? എന്റെ കമ്പനി എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് എന്നറിയോ? എന്റെ ബിസിനസ്. തനിക്ക് ആരാ അധികാരം നിന്നത്? എന്റെ പാർട്ട്നേഴ്സിനെ അടിക്കാനൊക്കെ എന്റെ കമ്പനി ഇനി കണ്ടുപോകരുത്. ഗെറ്റ് ഔട്ട്. Dada, I hate you, Dada. I hate you. You break the promise. I hate you. ബേബി, ബാബി നിക്ക്. അല്ല, ഇപ്പൊ തൃപ്തിയായില്ലേ? സമാധാനായില്ലേ നിനക്ക്? എല്ലാം ഒരു നിരക്കുന്ന അടുപ്പിച്ച് കൊണ്ടുവരുന്നു, ഒക്കെ അവതാളത്തിലാക്കി. നിന്നെ ഒരിക്കലും നന്നാവത്തില്ല ബ്രോ, ഒരിക്കലും നന്നാവില്ല. അതിന് ഞാൻ എന്താ തെറ്റ് ചെയ്തത്? ഡയന ചെയ്ത് തെറ്റല്ലേ? നമ്മുടെ പാർട്ട്ണറിനെ അടിക്കാൻ പാടുണ്ടോ? ബിസിനസ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. നിനക്ക് ബിസിനസ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിലേ കുടുംബം ഉണ്ടാക്കാൻ നിൽക്കരുത്. കുടുംബത്തെ നോക്കറിയില്ലെങ്കിൽ അതാ നല്ലത്. ആ കൊച്ചു കിടന്ന് കറിയുന്നൊന്നും നിനക്ക് കാണാൻ വയ്യ. അവളെ വന്ന് അടിച്ചിട്ട് വലിയ വീരവാദം പറഞ്ഞിരിക്കാം. നിന്റെ ഈ പാർട്ട്ണറല്ലേ പൂതന, ഈ ടാഗിനി, ഇവൾ എന്താ ചെയ്തെന്ന് നിനക്കറിയോ? റിച്ചുമോളെ പിടിച്ച് തള്ളി അവളവിടെ കിടന്ന് കരയായിരുന്നു. അത് കണ്ട് സഹിക്കാൻ വേണ്ട ഞങ്ങൾ വന്നത്. ഞങ്ങൾ അത് അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവൾ ഞങ്ങളുടെ അടുത്ത് 4 വർത്താനം ഇങ്ങോട്ട്. അത് കേട്ടെങ്കിൽ ഏതവനായാലും അവളുടെ കാരണം നോക്കി പൊട്ടിക്കും. അതന്നെയാണ് ഡയാനി അത് തന്നെ ചെയ്തത്. എടി, നാടൻ കളിച്ച് നിന്നെ പറ്റിച്ചതാണോടി നിന്റെ ഞാൻ. ഒരു എംപ്ലോയിക്ക് വേണ്ടി എന്തിനാ ചേച്ചി? എന്റെ കുഞ്ഞാടിയത്, എന്റെ ചോര, എന്റെ ഫാമിലി തകർത്ത് കളഞ്ഞടി. എന്റെ കുഞ്ഞെന്നെ വെറുത്തിരിക്കുന്നു. എന്റെ പൊന്ന് ബ്രോ, നീ ഈ പ്രഹസനം നിർത്തുന്നുണ്ടോ? ഈ പെണ്ണിനെ കൊന്നിട്ട് നിനക്ക് ഞാൻ എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുപ്പിണ്ടവര് വെറുത്തിട്ട് പോയി. ഓരോന്ന് ചെയ്ത് കൊണ്ട് ആലോചിച്ചിട്ട് വേണം. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒന്നും പറയില്ല. നീ നിന്റെ ഇഷ്ടം പോലെ എന്താ കാട്ടിക്കൂട്ട. എത്ര നാളായത് ഓഫീസിലേക്ക് ഇന്ന് രണ്ടാളെ കാണുന്നില്ലല്ലോ? എന്ത് പറ്റി? ഇനി എന്നാ വരുന്ന ഓഫീസിലേക്ക്? അത് പറയാനാണ് ഞാൻ വന്നത്. ഇതൊരു ഞങ്ങൾ 2 പേരുടെ റെസിഗ്നേഷൻ സെൻ്ററാണ്. ഞങ്ങൾ തിരിച്ച് UK തന്നെ പോവാം. നീ പറഞ്ഞിട്ട് പോലും ഞെട്ടലും കരച്ചിലൊക്കെ വരുന്നുണ്ട്. കറിയാതെ നിൽക്കുക, മാഫിയായി പോയില്ലേ? സാരമില്ല, നീ എന്നെ തിരഞ്ഞെടുക്കാതെ ഡയനെ തിരഞ്ഞെടുത്താൽ എനിക്ക് സങ്കടമില്ല. നീ പോണതിനുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നിന്റെ ബ്രോ കാരണം ഡയന ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇനി ആ കുട്ടി വിഷമിക്കരുത്. അവളുടെ കൂടെ നീ എന്നും തുണയായിട്ടുണ്ടാവണം. ഞാനിവിടെ കാത്തിരിക്കും നിനക്ക് വേണ്ടി. പിന്നെ റിച്ചുട്ടി ഇപ്പം അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല. അവളുടെ അമ്മ കരയുന്ന കണ്ടുകൊണ്ടായിരിക്കും അവളുടെ ഡാഡിയെക്കുറിച്ച് അവളൊന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ കാത്തിരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതെൻ്റെ സ്വാർത്ഥതയായി പോവും. അതുകൊണ്ടാണ് ഞാൻ പോട്ടെ. ഇനിയിവിടെ നിന്നാൽ എൻ്റെ സങ്കടം അതെനിക്ക് അടക്കാൻ പറ്റില്ല. അത് പൊട്ടും. അതുകൊണ്ട് പോവാ. ഞാൻ കാത്തിരിക്കും എന്തെങ്കിലും ഒരു ദിവസം കാണാൻ വേണ്ടി. കാണും എന്തെങ്കിലും ഒരു ദിവസം. കാത്തിരിപ്പിൻ്റെ സുഖം എന്താണെന്ന് ഇനി ഞാനും അറിയാൻ പോവല്ലേ? അറിയണം എനിക്ക് അസുഖം. ഡയാന ബേബി, ഞാനെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റിച്ചുമോൾ ഉറങ്ങിയോ? അവിടെ എല്ലാം പാക്കിങ് കഴിഞ്ഞല്ലേ? ഡിമ്മി, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ നിന്റെ ബാഗ് എന്തിനാ പാക്ക് ചെയ്യുന്നത്? ഞാൻ നിനക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലല്ലോ. നീ എന്തിനാണ് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? നിന്റെ ജീവിതം ഇവിടെ കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ പോരാണോ? നീ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എൻ്റെ ജീവിതം നിന്റെ കൂടെയടി. ഇനിയെങ്കിലും നിനക്ക് വേണ്ടി ജീവിച്ചു വിട്ടിട്ട് ഡിമ്മി. ഞാൻ ഇതിന് മാത്രം നിന്നോട് എന്തോടെ ചെയ്തിരിക്കുന്നത്? എൻ്റെ കൂടെ അങ്ങനെ നിൽക്കാൻ. എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് വേണ്ടി ഞാനും ഒന്നും ചെയ്തിട്ടില്ലല്ലോടി. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ വാല്യൂ അതാർക്കും മനസ്സിലാവില്ല. ആരെയും മനസ്സിലാക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ ജീവിക്കുമായിരിക്കും, പക്ഷെ എനിക്ക് ജീവനുണ്ടാവില്ല. എനിക്ക് നിൻ്റെ കൂടെയുടെ ജീവൻ, സന്തോഷം. നീയും റിച്ചുവോ? നീ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഞാനും സന്തോഷമായിട്ടിരിക്കും.
നീയോ അങ്ങനെ തന്നെയല്ലേടി? തമ്പുരാൻ എഴുന്നല്ലോ. എവിടെയായിരുന്നടാ ഇത്ര നേരം? ഇന്നലെ പോയതില്ലേ നീയെ? എന്തെങ്കിലും വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പോവാ. അതെങ്ങനെയാ? ഒക്കെ തന്നിഷ്ടം കാണിക്കുന്നവരല്ലേ ഇവിടെയുള്ളൂ. മമ്മ ഇതെന്തിനാ മറ്റുള്ളവരുടെ ദേഷ്യം എൻ്റെ അടുത്തെടുക്കുന്നത്? ബ്രോ ഓരോന്നും ചെയ്തു വെക്കുന്നത് ഞാനും കൂടി അനുഭവിക്കുന്നത്. എല്ലാവരും പോകുക. ദയാനി, രമ്യയും റിച്ചും കൂടി ഇന്നത്തെ വൈകിട്ട് ഫ്ലൈറ്റിന് മനുവിൻ്റെ ഒപ്പം UK തിരിച്ചു പോവുക. നീ എന്താടാ ഈ പറയുന്നത്? അവർ പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഇരുന്ന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങി പോടാ അവിടുന്ന്. രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ട് ആ കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അല്ലെങ്കിൽ ഒരൊറ്റ വീട്ടിനകത്ത് കയറി പോരുത്. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് നീ. ഇനി എൻ്റെ മക്കള് അവരെയും കൊണ്ട് ഈ പഠിച്ചവട്ടിയാൽ മതി. ഇച്ചാൻ ഇവിടെ എന്ത് നോക്കിയിരിക്കുക? പിള്ളേരൊപ്പം ചെല്ലേ. എന്നിട്ട് എൻ്റെ മരുമക്കളെയും കൊച്ചുമോളെയും വിളിച്ചിട്ട് വന്നാൽ മതി ഇങ്ങോട്ട്. അതിന് ഞാനെന്തിനാ പോകുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇവമാരി പോയാ പോരെ? ഞാനെന്തിനാ ഇറങ്ങുന്നേ? ഇച്ചാൻ ഒറ്റയെടുത്തണ ഈ രണ്ടെണ്ണത്തിനും കൂടി ഇങ്ങനെ വഷളാക്കിയത്. മാഫിയാണ് അതാണ് മറ്റന്നാൾ മത്സരം തലയിലേറ്റ് വെച്ച് നടന്നിട്ട് ആ കൊച്ചിന്റെ മുന്നിൽ താന്നു പോകുന്ന ഇവരുടെ പല പ്രാവശ്യം പറഞ്ഞത്. എന്നിട്ട് ആ കൊച്ചിനെ അടിച്ചിട്ട് അവൻ വന്നത്. ഇച്ചാനും കൂടി ചെന്ന് അവരെയും കൂടി വിളിച്ചിട്ട് വന്നാൽ മതി. ഇല്ലെങ്കിൽ 3 ആളും ഈ വീടിന് പുറത്ത് ഒരൊറ്റ എണ്ണത്തിനകത്ത് കയറി പോരുത്. മുട്ടുകളി നിന്നിടിക്കില്ല. അതിന് ഇറങ്ങി പൊക്കണമെന്ന്. എടാ, സമയം എത്രയാടാ? അവര് പറഞ്ഞ സമയം 6 ഫ്ലൈറ്റിന്റെ സമയം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവര് വൈകിട്ടെന്നെ പറഞ്ഞുള്ളൂ. ഒന്ന് വേഗം വീടാ. എന്റെ കൊച്ചുമോള് പോവാടാ. എന്റെ റിച്ചുട്ടി. ഡയാന.